മിസ്റ്റർ മനോജ് വലഞ്ചുഴി. വലഞ്ചുഴി എന്ന ഗ്രാമം പത്തനംതിട്ട ജില്ലയിലാണ്. നൈസ്. മനോജ് വലഞ്ചുഴി എന്നാണ് അറിയപ്പെടുന്നത്. മനോജ് വലഞ്ചുഴി എന്ന് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തോ കാരണം കൊണ്ട് അറിയപ്പെടുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. 20 കൊല്ലമായിട്ട് കലാഫീൽഡിലുണ്ട്. ഏത് ഫീൽഡിലാണ്? കലയിൽ മിമിക്സ് ആണ്. മിമിക്രിയിൽ 20 വർഷമായിട്ടുണ്ടോ? അപ്പൊ നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ? രമേശ് ചേട്ടനായിട്ട് കണ്ടിട്ടുണ്ട്. എവിടെ വെച്ചിട്ടാണ്? ചെയ്തിട്ടുണ്ട്. ആണല്ലേ? 20 വർഷമായപ്പോൾ ഇഷ്ടംപോലെ പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്ന ആള് തന്നെയാണ്. പ്രോഗ്രാം ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. സ്വന്തമായിട്ട് മെഗാ ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് ഒന്നുമില്ല. അപ്പോൾ ഒരു അടിപൊളി പെർഫോമൻസ് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും. Do well. Perform please. Yes. രമേശ്, സുരേഷ്, രതീഷ്, സതീഷ്, സുമേഷ്, ഈ പേരുകളൊക്കെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന പേരുകളാണ്. അതെ. നമ്മൾ നിസ്സാരമായിട്ടൊരു സ്ക്രിപ്റ്റ് എഴുതുകയാണെങ്കിൽ ആദ്യം നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന പേരാണ് രമേശ്. വിക്രമൻ എന്നൊക്കെ എഴുതാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ആ പേരിലുള്ള സുരേഷിനെ നമ്മൾ വലിക്കുകയാണ്. സുരേഷ് തത്തെ കൊണ്ട് കൊത്തിച്ചിങ് എടുത്തു. സുരേഷിനെ തത്തെ കൊണ്ട് കൊത്തിച്ച് എടുക്കുകയാണ്. സുരേഷ് ഏകദേശം 30 വയസ്സിന് മേളുള്ളവർക്ക് മാത്രം പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പേരാണ്. അതായത് സുരേഷിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടനായതുകൊണ്ടാണോ, സൗന്ദര്യം ഇല്ലാത്തത് കൊണ്ടാണോ, പഠിക്കാൻ തീരെ അവശനായതുകൊണ്ടാണോ, എല്ലാവരും പറഞ്ഞതും പഠിപ്പിച്ചതും എന്നെ പറ്റിച്ചതെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ഒരു സുരേഷിൻ്റെ കഥ. അതെ രമേശ് ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചേ, നമ്മുടെ കുഞ്ഞുങ്ങൾ മണ്ണിൽ കളിക്കുമ്പോൾ നമ്മൾ അവരോട് എന്താണ് പറയാറുള്ളത്? മണ്ണിൽ കളിക്കരുതെന്നാണ് പറയാറ്. കയ്യിലൊക്കെ ചൊറി വരും, അങ്ങനെ മണ്ണിൽ കളിക്കരുതെന്ന് പറയും. അതെ. പക്ഷേ ഈ സുരേഷിനെ 3.5 വയസ്സിൽ മണ്ണിൽ എഴുതാൻ കൊണ്ടിരുത്തി. ആശാട്ടി കൈയുടെ വിരൽ പിടിച്ച് മണ്ണിൽ ഉരച്ചിട്ട് ഇക്ഷാറ ഇണ്ണാറ വരെ അറിയോ? അന്നേരം തന്നെ സുരേഷിൻ്റെ മനസ്സിൽ ഒരു ചതിവ് കയറിയിട്ടുണ്ട്. അച്ഛനും അമ്മയും എന്നെ പറ്റിക്കുകയായിരുന്നു, മണ്ണിൽ കളിക്കില്ലെന്ന് അച്ഛനും അമ്മയും പറഞ്ഞായിരുന്നു. ഇപ്പം മണ്ണിൽ എന്നെ എഴുതാൻ കൊണ്ടിരുത്തി. ഈ സുരേഷിനെ 1-ാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്തു. ഞാൻ പറഞ്ഞില്ലേ 30 വയസ്സിന് മേലോട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് അറിയാം ഈ സുരേഷ് ആരാണെന്ന്. 1-ാം ക്ലാസ്സിലെ മലയാളം പാഠാവലിയിൽ സുരേഷ് ആദ്യം കേൾക്കുന്നു ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്രൂ ക്രൂ. സുരേഷ് തിരിഞ്ഞു നോക്കി, മുറ്റത്തൊരു മൈന. അന്ന് തൊട്ട് സുരേഷ് തിരിഞ്ഞു നോക്കി നടക്കുവാണ് ഈ മൈനെ. ഈ ക്ലാ ക്ലാ ക്രൂ ക്രീക്ക് നടക്കുന്ന മൈനെ തപ്പി അന്ന് സുരേഷ് നടക്കുക. ഇതൊക്കെ പറഞ്ഞാലും സുരേഷിനെ പറ്റി പറയുമ്പോൾ സുരേഷിൻ്റെ അച്ഛനെ പറ്റി പറയാതിരിക്കുന്നത് ഭയങ്കര നഷ്ടമായിപ്പോവും. സുരേഷിൻ്റെ അച്ഛൻ കയ്യിൽ 5 പൈസ ഇല്ല, പേരോ ധനപാലൻ. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തടത്തെല്ലാം കയറി ഒന്ന് വിരകുന്ന ഒരു സ്വഭാവമുണ്ട്. ഈ സുരേഷിൻ്റെയും ധനപാലൻ്റെയും വീടിൻ്റെ അടുത്തായിട്ട് ഒരു മരണം സംഭവിച്ചു. ഒരു അപ്പൂപ്പൻ മരിച്ചു. അവിടുത്തെ ശശിയുടെ വിജയൻ്റെയൊക്കെ അച്ഛനാണ് മരിച്ചത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ വിജയനും ശശിയും കൂടെ ഭയങ്കര തർക്കം. വിജയൻ പറഞ്ഞു അച്ഛനെ ദഹിപ്പിക്കാം. ശശി പറഞ്ഞു വേണ്ട, കുഴിച്ചിടാം, കുഴിച്ചിടാം എന്ന് പറഞ്ഞപ്പോൾ ധനപാലൻ ചാടിക്കയറി ചോദിച്ചു, ആ കിടക്കുന്നത് മരിച്ചു പോയതിൻ്റെ തന്തയാണോ അതോ മസാല പുരട്ടിയ കോഴിയാണോ? ഈ വിജയൻ അച്ഛൻ മരിച്ചതിൻ്റെ ദുഃഖം കൊണ്ടാണോ സ്ഥിരമുള്ള പരിപാടികളാണെന്നോ അറിയത്തില്ല. വിജയൻ അന്നേരം ഇച്ചിരി അടിച്ചിട്ടിരിക്കുമായിരുന്നു. ധനപാലൻ്റെ ചെവിക്ക് നോക്കി ഒരൊറ്റ അടി അടിച്ചിട്ട് പറഞ്ഞു, ഈ വിജയൻ പറയുവാ ഇവിടെ മരിച്ചു കിടക്കുന്നതിൻ്റെ അച്ഛനെ കോഴിയാക്കിവിടാ നീ എന്ന്. പ്രത്യേകിച്ച് പണിക്കൊന്നും പോകാത്ത ഈ ധനപാലന് വേറൊരു ചെറിയ പന്ന സ്വഭാവം ഉണ്ടായിരുന്നു, ഒരു അഴുക്ക് സ്വഭാവം ഉണ്ടായിരുന്നു. രാത്രി തേങ്ങ മൂട്ടിക്കുന്ന പരിപാടി. ഈ രാത്രി മഴയാണെങ്കിൽ ചിലപ്പം പകലും കയറി മൂട്ടിക്കും. ഈ ധനപാലൻ ഒരു ദിവസം വർഗീസ് സാറിൻ്റെ പറമ്പിൻ്റെ സൈഡിൽ കൂടെ പോയപ്പോഴേ ഒരു തേങ്ങ ഒരുപാട്, വർഗീസ് സാറിൻ്റെ തേങ്ങ ഒരുപാട് നിൽക്കുന്നു. ധനപാലൻ വിചാരിച്ച് ഇന്ന് ചൂണ്ടിയേക്കാന്ന്. ധനപാലന് കാവ്യമുണ്ടി കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. മുണ്ടിൻ്റെ തുമ്പലാണ് ഇതിൻ്റെ അടുത്ത് കുലുക്കിയിട്ട് അടിക്കട വളച്ച് ഇപ്പുറത്ത് കയറ്റി കൊളുത്തിയിട്ടു. നേരെ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ലൂണായി പോകുന്ന പോലിരിക്കും കണ്ടു കഴിഞ്ഞാൽ.